പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്പർ 1 ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആയ ബിനാൻസിൽ നമുക്ക് എങ്ങനെ നമ്മുടെ അസറ്റ് എത്ര ബാലൻസ് ഉണ്ട്, എത്ര നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ബിനാൻസിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ലഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ പോവുക, വാലറ്റ് എന്ന ഓപ്ഷൻ പോവുക, ഓവർവ്യൂ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ അസറ്റ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫിയറ്റ് ആൻഡ് സ്പോട്ട്, ഫിയറ്റിലും സ്പോട്ടിലും ഉള്ള ഫണ്ടുകൾ മാത്രമേ ഇവിടെ ഷോ ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ താഴേക്ക് വന്നിട്ട് മാർജിൻ, ഫ്യൂച്ചർ, ഓപ്ഷൻ, അതേപോലെ തന്നെ എൻ ഫണ്ടിങ്ങില്, അതേപോലെ ഉള്ള എല്ലാ ടോട്ടൽ അസറ്റും നമുക്ക് ഇവിടെ ഈ ഒരു ഓവർവ്യൂവിൽ ഷോ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫിയറ്റില് വരുന്നത് സ്പോട്ടിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അസറ്റുകൾ മാത്രമാണ്. മാർജിൻ ട്രേഡിങ്, അതേപോലെ തന്നെ ഫ്യൂച്ചർ ട്രേഡിങ്, ഓപ്ഷൻ ട്രേഡിങ്, അതേപോലെ തന്നെ ഏണിങ്സില്, അതേപോലെ ഫണ്ടിങ്, അങ്ങനെയുള്ള ഇതില് എല്ലാം ഇട്ടിരിക്കുന്ന ഫണ്ടുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഓവർവ്യൂവിൽ പോയിട്ട് എല്ലാം കൂടി ടോട്ടൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഓവർവ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഓവർവ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ലഭിക്കുക. അതിൽ നമുക്ക് നോക്കിയിട്ട് കാണാം വാലറ്റ് ഓവർവ്യൂ, എസ്റ്റിമേറ്റഡ് ബാലൻസ്. ഇവിടെ ഈ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബാലൻസ് കാണാൻ പറ്റും. ഞാൻ ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ സീറോ ബാലൻസ് ഉള്ള അസറ്റുകളെല്ലാം നമ്മൾ അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോ നമുക്ക് ഈ ഹൈഡ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലോസ് മാർജിനും, അതേപോലെ തന്നെ ഈ ഐസൊലേഷൻ മാർജിനും, ഫണ്ടിങ്, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനും ഇവിടെ എനേബിൾ ആവും. അപ്പം അതേപോലെയാണ് ഇവിടെ നമ്മൾ ഈ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബാലൻസ് കാണാൻ പറ്റും, എത്രയാണ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫിയറ്റ് ആൻഡ് സ്പോട്ടിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഇതിൽ രണ്ടിലുമാണ് എന്റെ ഫണ്ട് കിടക്കുന്നത്. ഇതില് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന കോയിൻസ് മാത്രമേ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ, മാർജിൻ, അങ്ങനെയുള്ള ഫണ്ടുകളെല്ലാം അവിടുന്ന് ഈ ഒരു അക്കൗണ്ടിലല്ല വേറൊരു അക്കൗണ്ടിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതില് ഒന്നും ഫണ്ട് കാണുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കണ്ടേ ഫിയറ്റ് ആൻഡ് സ്പോട്ടില് നമുക്ക് ഇവിടെ അസറ്റ് ഉണ്ട്. ആ അസറ്റ് ഏതൊക്കെ കോയിനുകളാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പം ഇതിന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത പേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോയിനുകൾ എന്തൊക്കെയാണ്, ടോട്ടൽ കോയിനുകൾ എത്രയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, എത്ര കോയിൻ ഉണ്ട്, എത്രയാണ് ഇപ്പോഴത്തെ വാല്യൂ, അതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ബിനാൻസ് എക്സ്ചേഞ്ചിന്റെ വാലറ്റിൽ എത്ര എമൗണ്ട് നമ്മൾ, എത്ര അസറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെയാണ് ഓപ്ഷൻ ചെയ്യേണ്ടത്. അതായത് നമ്മൾ കൂടി പറയാം, നമുക്ക് ബിനാൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം വാലറ്റ് ക്ലിക്ക് ചെയ്യുക, ഓവർവ്യൂവിൽ പോവുക. ഓവർവ്യൂവിൽ പോകുമ്പോൾ നമുക്ക് ഓവർവ്യൂ, അതായത് നമ്മൾ ടോട്ടൽ ഉള്ള അസറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഫിയറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഫിയറ്റ് ആൻഡ് സ്പോട്ടിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന കോയിൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതേപോലെ തന്നെ ഓരോ ഓപ്ഷനും മാറി മാറി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്രയാണ് ഹോൾഡ് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഏണിലും ഇട്ടിട്ടുണ്ട്. നമ്മൾ ഏണിലും നമ്മുടെ അസറ്റുകൾ കിടപ്പുണ്ട്. അതാണ് ഈ കാണുന്നതെല്ലാം നമ്മൾ ഒരു ഇവിടെ ചെറിയ രീതിയിൽ നമ്മൾ ഏൺ എന്ന ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള റിട്ടേൺസ് ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലോക്കിംഗ് പീരീഡിലാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്, ടൈം പീരീഡ് വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.